UDF അവഗണിക്കുന്നു. UDF അവഗണിക്കുന്നതിന് നാട്ടുകാരെന്ത് വേണം? എനിക്ക് UDF സീറ്റ് തന്നില്ല, ഞാൻ ആ ചോദിച്ച സീറ്റ് തന്നില്ല, അത് നാട്ടുകാരുടെ കുറ്റമാണോ? പിണറായി വിജയനോട് എതിർത്ത് രാജിവെച്ച് പോയ PV അൻവർ പറയുന്നു എനിക്ക് UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായിട്ട് സീറ്റ് കിട്ടിയില്ല എന്ന്. അദ്ദേഹം പിന്നീട് എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു VD സതീശൻ എനിക്ക് വേണ്ട അംഗീകാരം തരുന്നില്ല, അദ്ദേഹം എന്നെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിട്ടുകൊടുത്തു. അതിന് നാട്ടുകാരെന്ത് പിടിച്ചു? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളെ തള്ളിവിട്ടിട്ട് ആ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സ്വതന്ത്രനായി മത്സരിച്ച് വീണ്ടും, അതായത് രാജിവെച്ച്, ഒരു MLA ആയി നിലനിൽക്കെ രാജിവെച്ചിട്ട് വീണ്ടും MLA ആകാൻ വേണ്ടി മത്സരിക്കുക. എന്തൊരു പരിഹാസ്യമാണ് ഒരർത്ഥത്തിൽ. എന്താണ് PV അൻവർ രാജിക്കാരണം പറഞ്ഞത്? പിണറായി വിജയനെതിരായിട്ടുള്ള നിലപാടുകൾ പ്രഖ്യാപിച്ചുകൊണ്ട്. ഇപ്പോൾ ഫലത്തിൽ PV അൻവർ ആർക്കെതിരെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ പിണറായി വിജയനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി എതിർക്കുന്നതിനേക്കാൾ ശക്തമായിട്ട് അദ്ദേഹം ആരുടെ കൂടെ ചേരാൻ ആഗ്രഹിച്ചു ആ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കെതിരായിട്ടാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയതും അദ്ദേഹം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതും. ചുരുക്കി പറഞ്ഞാൽ ഇതിനെ മൊത്തം ഈ തെരഞ്ഞെടുപ്പിനെയും ജനാധിപത്യത്തെ തന്നെ പരിഹസിക്കുന്ന ഒരു കോമഡിയാക്കി മാറ്റിയിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയാതെ വയ്യ. വാസ്തവത്തിൽ